നിലമ്പൂർ വഴിക്കടവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഭിത്തി തകർന്നുപോയി. അടുക്കളയുടെ ഭിത്തി തകർത്ത ആന അരി നന്നായി ഭക്ഷിച്ചു. തലനാരിഴയ്ക്ക് വീട്ടുകാർ രക്ഷപ്പെട്ടു. വിപിൻ സി വിജയൻ മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകും. വിപിൻ, പറയൂ, എപ്പോഴായിരുന്നു ഈ കാട്ടാന ഭിത്തി തകർത്ത് അരി ഭക്ഷിക്കാനായിട്ട് വന്നത്? ഇന്നലെ രാത്രിയാണ് വഴിക്കടവിൽ കാട്ടാനയുടെ പരാക്രമണം ഉണ്ടായത്. അവിടെയുള്ള വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ഭിത്തി തകർത്ത് ആന അവിടെ ഉണ്ടായിരുന്ന അരിയും മറ്റ് സാധനങ്ങളും ഭക്ഷിക്കുകയായിരുന്നു. ഒപ്പം തന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത റൂമിലായിരുന്നു ഈ വീട്ടുടമയും ഒപ്പം തന്നെ മകനും ചെറിയ കുട്ടിയൊക്കെ താമസിച്ചിരുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും വീട്ടുകാർ തന്നെ അവരെയൊക്കെ തടഞ്ഞു നിർത്തുകയായിരുന്നു. കാരണം ആന അപ്പോഴും പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇതിനുശേഷം ആന പോകുന്ന വഴിക്ക് സെയ്തൽവി എന്നുള്ള ആളുടെ അടുത്തുണ്ടായിരുന്ന തൊഴുത്തും ആകെ നശിപ്പിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ തൊഴുത്തും തകർത്ത് അവിടെ ഉണ്ടായിരുന്ന പശുക്കുട്ടി ഉണ്ടായിരുന്നു, അതിനെയും തള്ളിയിട്ടാണ് അതുവഴി കാട്ടാന പോയത്. ഈ ഒരു പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ആ ഒരു ഭീതി തുടരുന്നു എന്നുള്ളത് പലവട്ടമായി നാട്ടുകാർ പറയുന്നതാണ്. ഒപ്പം അവിടെ തെരുവിളക്ക് വേണമെന്നുള്ളൊരു ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടും പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട്. SK